ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമുക്ക് ഒരു വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട്. ഈ വാഴക്കൂമ്പ് കൊണ്ട് എങ്ങനെ തോരൻ വെക്കാമെന്ന് നോക്കാം. വാഴക്കൂമ്പ് തോരൻ. നമ്മുടെ വാഴക്കൂമ്പ് നമ്മളിവിടെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. കത്തിച്ച് അതിലേക്ക് ചട്ടി വെക്കുക. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. തീ കുറച്ചിട്ടണം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് തോരന്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക. ഒരു പിടി ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക. ഉഴുന്ന് പരിപ്പ് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി, ഒരു 2-3 ചെറിയ ഉള്ളി, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2-3 അഞ്ച് ചെറിയ ഉള്ളി എടുത്താൽ മതി. വട്ടത്തിലരിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കൂമ്പ് ഇട്ട് കൊടുക്കാം. ഇനി ആ കൂമ്പിലേക്ക് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒന്ന് വേകാൻ മാത്രം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് കുറച്ച് സമയത്തേക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കാം. അരപ്പിന് നമ്മൾ നേരത്തെ തേങ്ങ റെഡിയാക്കി വെച്ചിരുന്നു. തേങ്ങ നമുക്കെടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, ഒരു 3 അല്ലി വെളുത്തുള്ളി ഇത്രയും ഇട്ടിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. നമ്മുടെ കൂമ്പ് ഏകദേശം വേവായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പിട്ടാം. നമ്മളിപ്പം അരച്ചുകൊണ്ട് വന്ന അരപ്പ് അങ്ങോട്ടിടാം. അതിനൊപ്പം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. തീ കുറച്ചിടണം. നമുക്ക് അരപ്പ് വേഗം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് സ്വാദിഷ്ടമായ കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി.